നമസ്കാരം. രാഹുൽ ഈശ്വർ, പലതരം രാഹുൽ വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിൽ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് രാഹുൽ ഈശ്വർ. നല്ല ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി. കള്ളത്തെ കള്ളം കൊണ്ട് നേരിടാൻ സാധിക്കില്ല, ഞാൻ സത്യത്തിൻ്റെ ഭാഗത്താണ്, മഹാത്മാഗാന്ധിയാണ് സത്യം എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. നമുക്ക് ഈ ഇടയിലെ ഈ മനോനിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ട ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിയ ആൾക്കാരെ വീട്ടുകാരുടെ സംരക്ഷണത്തിൽ കോടതി വിടാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്കൊരു നിയന്ത്രണം വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത്. അതുപോലെയായിരുന്നു ഇന്നലെ രാഹുൽ ഈശ്വർ ജയിലിൽ നിന്ന് എത്തിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഇടപെടലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അതൊന്നും പറയരുതേ, ഇതൊന്നും പറയരുതേ എന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ കയറി അങ്ങ് പറയുക എന്നൊരു ശീലം. ഇടയിൽ പുള്ളി ഇതിൻ്റെ ഒരു പുരുഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ടീഷർട്ടിലെ ചിഹ്നങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ രീതിയിൽ വലിയ ഒരു വിപ്ലവ പ്രകടനങ്ങളൊക്കെയാണ്. ഇലക്ഷൻ കഴിയും വരെ എന്നെ പിടിച്ച് അറസ്റ്റിൽ ഇടേണ്ടത് സർക്കാരിൻ്റെയും എല്ലാവരുടെയും ഒരു വലിയ പദ്ധതിയായിരുന്നു, ഞാൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ പലതും ഇവിടെ നടന്നേനെ എന്നൊക്കെയുള്ള ഭീഷണികളാണ്. ഇനി ഈ കാര്യം മുഖ്യമന്ത്രി വല്ലതും കേട്ടാൽ ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പഴയ വടിവാൾ കഥയൊക്കെ കേൾക്കേണ്ടി വരും. വടിവാളിൻ്റെയും പീരങ്കിയുടെയും ഇടയിലൂടെയാണ് ഞാൻ നടന്നുപോയത്, ആ നടന്നുപോയത് സമയത്ത് രാഹുൽ ഈശ്വർ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ കഥയും നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും. ഇനി അങ്ങനെ ഒരു കഥ കേൾക്കാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഇതൊന്നും. അതും കൂടെ താങ്ങാനുള്ളൊരു ശേഷി മലയാളിക്ക് ഇല്ല എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായതും, ശബരിമല വിധിക്കെതിരെ താനൊരു നിരാഹാരം നടത്തി, ആ ഒറ്റ നിരാഹാരം കൊണ്ടാണ് കോടതി അടിമുടി വിറച്ച തീരുമാനം മാറ്റിയത് എന്നാണ്. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഭാര്യ പറയുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പഴയ അതിർത്തി തർക്ക ഭീഷണികളിലുള്ള കാരണവന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ ഇറക്കുന്നുണ്ട്. മെൻസ് കമ്മീഷൻ്റെ പ്രതിനിധി വട്ടിയൂർക്കാവ് അജിത് കുമാറും പുരുഷ കേസരി എന്താ പറയുക പോക്സോ കേസിലൊക്കെ പ്രതിയായിരുന്ന മുകേഷും നായരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഒറ്റ ഫ്രെയിമിൽ മൂന്നുപേരും കൂടെ എങ്ങനെ വന്നു എന്നാണ്. എന്തായാലും ഒത്തു, നല്ല രീതിയിൽ ഒത്തു. ആ ഫ്രെയിം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒപ്പം മീഡിയക്കാരോടൊരു അഭ്യർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളുടെ മീഡിയയുടെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞതാണ്, ആ ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കണം, എൻ്റെ വാക്കുകളെ നിങ്ങൾ പരമാവധി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം, പരമാവധി ആൾക്കാർക്ക് മുന്നിൽ എത്തിക്കണം. എനിക്ക് ഭ്രാന്ത് വരുമ്പോൾ ചിരിക്കുന്നവരാണ് ചുറ്റുമുള്ളത്, അതുകൊണ്ട് എനിക്ക് ഭ്രാന്ത് വരുന്ന ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കരുത്, അങ്ങനെ ചിരിക്കരുത് നിങ്ങൾ, ഞാൻ സത്യമാണ് പറയുന്നത്, മഹാത്മാഗാന്ധിയാണ് സത്യം എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലോട്ട് പോയാൽ അവിടെ മറ്റൊരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ദൃശ്യം. പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണയിട്ട് പറയുകയാണ്, 100% സത്യമാണ്. സ്വാമി അയ്യപ്പനാണ്, മഹാത്മാഗാന്ധിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യാഗും യുഗും, അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്. അതായത് രാഹുൽ ഈശ്വർ വൈക്കത്ത് അശോകൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് അഖില, പിന്നീട് ഹാദിയായി മാറി അഖില ഹാദിയെ മതം മാറ്റാൻ വേണ്ടിയിട്ട് വളരെ വളരെ ശക്തമായ ശ്രമങ്ങളാണ്. പാവം വിശ്വസിച്ച് ഇയാളെ വീട്ടിൽ കയറ്റി, വീട്ടിനകത്ത് കയറി പറ്റിയതിന് ശേഷം എങ്ങനെ ഷെഫിൻ ജഹാനോടൊപ്പം അഖിലയെ പറഞ്ഞയക്കാം എന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ്, ബ്രെയിൻ വാഷാണ് അവിടെ നടന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വിധിയൊക്കെ പുറത്തു വന്നു. ഇതെൻ്റെ വിജയമാണ്, എൻ്റെ മതേതരത്വത്തിൻ്റെ വിജയമാണ്. അങ്ങനെ ജിഹാദികൾക്ക് ഒറ്റുകൊടുത്ത ഒരു പാരമ്പര്യം പേറുന്ന ശബരിമല തന്ത്രി കുടുംബത്തിലെ എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അപ്പം ആ രീതിയിൽ സത്യത്തിൽ വലിയ വിപ്ലവ ബോധവും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള വലിയ മുന്നേറ്റ ശ്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടെ ഉള്ളതും വളരെ നല്ല കക്ഷികളാണ്. ഒരാൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിപണനം ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല പാനീയം, ബവറേജിന് ഒരു നല്ല മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, ബാറുകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയും, മറ്റൊരു കക്ഷി പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഇപ്പം എന്തായാലും നല്ലൊരു ഫ്രെയിമായിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരുടെയൊക്കെ വാദഗതികളൊക്കെ. എന്തായാലും സാംസ്കാരിക കേരളം എങ്ങനെയെങ്കിലും
രാഹുൽ ഈശ്വറിനെ സംരക്ഷിച്ച് നിർത്തണം നാളേക്കുള്ള വാഗ്ദാനമാണ്